നമസ്കാരം, കേരള ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ പത്മകുമാർ. എന്നോടൊപ്പം ഉള്ളത് മുരളീകൃഷ്ണൻ, സീനിയർ ജേർണലിസ്റ്റ് ആണ്. ആരായിരിക്കും കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്നുള്ളത് നേരത്തെ തീരുമാനിച്ചതാണോ അതോ ഇപ്പോൾ അതിനുവേണ്ടിയുള്ള യത്നം നടത്തുകയാണോ എന്നുള്ളതാണ്. ഈ കാണിക്കുന്നതൊക്കെ കോൺഗ്രസിന്റെ വൻ വിജയത്തിന് ശേഷം അതിന്റെ ശോഭ കെടുത്തുന്നതല്ലേ ഇത്? അല്ല, അത് പ്രത്യേകിച്ച് നമ്മൾ പറയേണ്ട കാര്യമില്ല. മലയാളികളുള്ള എല്ലാ സ്ഥലങ്ങളിലും കാണുന്ന കാഴ്ചയാണ്. ഇത് മുൻകൂട്ടി തയ്യാറാക്കിയ ഒരു തിരക്കഥയാണ്. രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന കോൺഗ്രസിന്റെ ഏറ്റവും ഉന്നത ശ്രേണിയിലുള്ള ആളറിയാതെ ശ്രീ KC വേണുഗോപാൽ ഒരു കാരണവശാലും ഇങ്ങനെ ഒരു എടുത്തുചാട്ടത്തിന് അല്ലെ ഒരു നീക്കത്തിന് മുതിരുകയില്ല എന്നുള്ളതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട സത്യം. രാഹുൽ ഗാന്ധിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരനാണ് ശ്രീ KC വേണുഗോപാൽ. രാഹുൽ ഗാന്ധി അറിയാതെ ഈ ഒരു പ്രവർത്തനത്തിന് ഇറങ്ങിത്തിരിക്കില്ലായിരുന്നു എന്നത് നമ്മൾ മനസ്സിലാക്കണം. തെരഞ്ഞെടുപ്പിന് മുൻപ് KC പറഞ്ഞത്, ഞാൻ ഇതിൽ പങ്കാളിയല്ല, എൻ്റെ പേര് നിങ്ങളുടെ ലിസ്റ്റിൽ നിന്ന് മൈനസ് ചെയ്തേക്കൂ, ഈ കൂട്ടത്തിൽ എന്നെ കൂട്ടണ്ട എന്ന് പറഞ്ഞ് ഒരു വലിയ നല്ല ചമഞ്ഞാണ് ശ്രീ KC ജനങ്ങളുടെ മുമ്പിലും മാധ്യമങ്ങളുടെ മുമ്പിലും അന്ന് ഒരു ഇമേജ് സൃഷ്ടിക്കപ്പെട്ടത്. ഇപ്പോൾ വിജയം വന്ന് കഴിഞ്ഞതിന് ശേഷം ഡൽഹിയിൽ ഈ ചർച്ചകൾ പുരോഗമിക്കുമ്പോഴാണ് തനിക്കിത് കിട്ടിയേ പറ്റൂ എന്നുള്ളൊരു പിടിവാശിയിൽ അദ്ദേഹം മുന്നിട്ട് വന്നത്. 46 പേര് ഹിതപരിശോധനയിൽ KCക്ക് അനുകൂലമായാണ് നിലപാടെടുത്തതെന്ന് പറയുന്നു. ഈ സ്ഥാനാർത്ഥി ലിസ്റ്റ് ഉണ്ടാക്കിയപ്പോൾ തന്നെ വളരെ കൃത്യമായി തന്ത്രങ്ങൾ ഒരുക്കി KC വേണുഗോപാൽ അത് ഇടപെട്ട് VD സതീശനും രമേശ് ചെന്നിത്തലയും മുന്നോട്ട് വെച്ച പല സ്ഥാനാർത്ഥികളെയും വെട്ടി നമ്മൾ ഇന്ന് വരെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ വലിയ പേരും പെരുമയും ഒന്നും കേൾക്കാത്ത പലരെയും അദ്ദേഹം രംഗത്തിറക്കി. എന്താ കാരണം? ഇവർ എൻ്റെ ഒരു ഔദാര്യം കൊണ്ട് ജയിച്ചു വന്നാൽ ഇങ്ങനെ ഒരു സംഭവം വരുമ്പോൾ തീർച്ചയായും അവർ എന്നെ പിന്തുണയ്ക്കും എന്ന കൃത്യമായ ലക്ഷ്യബോധത്തിലാണ് KC അങ്ങനെ ഒരു നിലപാട്, ഒരു നീക്കം വന്ന് നടത്തുന്നതെന്ന് പറഞ്ഞു. രാഹുൽ ഗാന്ധി അറിയാം KC ഒരു കാരണവശാലും ഒരിക്കലും ഇങ്ങനെ ഒരു നീക്കത്തിന് തയ്യാറാവുകയില്ലായിരുന്നു. രണ്ടുപേരെ അദ്ദേഹം തന്ത്രപൂർവ്വം ഒഴിവാക്കി ശ്രദ്ധിച്ചു, ശ്രീ അടൂർ പ്രകാശിനെയും ശ്രീ K സുധാകരനെയും. കാരണം കണ്ണൂരിലെ കോൺഗ്രസിൻ്റെ ഏറ്റവും ഉന്നതനായ ആളാണ് ശ്രീ K സുധാകരൻ. അതുപോലെ UDFിൻ്റെ കൺവീനറാണ് ശ്രീ അടൂർ പ്രകാശ്. രണ്ടുപേർക്കും കേരളത്തിലെ മുഖ്യമന്ത്രിയാകാനുള്ള സാധ്യതയുള്ള ആളുകളാണ്. ആ കോന്നിയിലും കണ്ണൂരിലും ഇവരുടെ സ്ഥാനാർത്ഥിത്വത്തെ തല്ലിക്കെടുത്തുവാൻ ഒരു പാർലമെൻറ്റ് അംഗം പോലും ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുവാൻ വേണ്ടി പാടില്ല. പാർലമെൻറ്റ് അംഗങ്ങൾ അവരുടെ ജോലി ചെയ്താൽ വേണ്ടി മതി. അത് നമുക്ക് വീണ്ടും അടുത്ത തിരഞ്ഞെടുപ്പ് വരുമ്പോൾ കൂടുതൽ ചെലവ്, കൂടുതൽ അധ്വാനം വേണ്ടിവരും എന്നുള്ള തന്ത്രം ആവിഷ്കരിച്ചിട്ടാണ് ഇവരെ രണ്ടുപേരെയും വെട്ടി ദൂരക്കളഞ്ഞത്. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഇവരും കൂടെ ഈ മത്സരത്തിന് വരുമെന്നറിയാം. അപ്പോൾ രണ്ടുപേരെ വളരെ കൃത്യമായി അദ്ദേഹം ഒഴിവാക്കി കളഞ്ഞു. കോൺഗ്രസ്സുകാർ മനസ്സിലാക്കുന്നു അതിൻ്റെ അനുരണനമാണ് ഇപ്പം നമ്മൾ കേരളത്തിലെ തെരുവുകളിൽ കഴിഞ്ഞ 2-3 ദിവസങ്ങളായി കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞത്, ശ്രീ KC വേണുഗോപാൽ സമർത്ഥനായ ഒരു രാഷ്ട്രീയ നേതാവാണ്. ഈ ചാണക്യൻ, ഈ തന്ത്രം ഇന്ത്യ മഹാരാജ്യം കോൺഗ്രസിന് പിടിച്ചു കൊടുക്കാൻ ഉപയോഗിച്ചിരുന്നെങ്കിൽ എന്നേ കോൺഗ്രസ് നന്നായേനെ. ഇതിനകത്ത് നെറുകേടെന്ന് പറഞ്ഞാൽ വളരെ വലിയ നെറുകേടാണ്. രാജസ്ഥാനിലെ MP ആയിരുന്ന ആള് 2 വർഷം കൂടെ ബാക്കി ഉണ്ടായിരിക്കെ അപ്പോൾ ആലപ്പുഴ വന്ന് മത്സരിച്ചു. ആലപ്പുഴ സ്ഥാനാർത്ഥി ഇല്ലെന്നിട്ടല്ല, ആലപ്പുഴ വന്ന് മത്സരിക്കുന്ന സമയത്ത് 2 വർഷം കഴിയുമ്പോൾ നിയമസഭാ ഇലക്ഷൻ വരാൻ പോവുകയാണ്, എനിക്ക് നിയമസഭയാണ് ലക്ഷ്യമെങ്കിൽ അന്ന് അദ്ദേഹത്തിന് മത്സരിക്കാതിരിക്കാമായിരുന്നില്ല. എല്ലാവരും പറയാൻ പറ്റുന്നത്, ഞാൻ നിയമസഭ വരുമ്പോൾ ഞാൻ മത്സരിച്ചോളാം, നിങ്ങൾ ആരെങ്കിലും മത്സരിച്ചോളൂ എന്ന് പറയണ്ട. ശോഭാ സുരേന്ദ്രനെ മന്ത്രിസ്ഥാനം കൊടുത്തുകൊണ്ട് അവിടെ ആലപ്പുഴ മത്സരിപ്പിച്ചാൽ എന്തായിരിക്കും സ്ഥിതി? കിട്ടുമോ? അത് ഇവരുടെ തമ്മിലടിയിൽ ഇത് കിട്ടുമോ? ഇരിക്കൂറിലൊക്കെ പോയി ഇദ്ദേഹം അവിടെ നിന്ന് കഴിഞ്ഞാൽ ഇരിക്കൂറിലും ജയിച്ചെടുക്കാൻ സാധിക്കുന്നുണ്ടോ? മുരളി നാണക്കെട്ടതിനെക്കാട്ടി വലിയ നാണക്കേടുമായിട്ട് ഒരു കേന്ദ്ര നേതാവ് ഇവിടുന്ന് വണ്ടി കയറി പോകുന്നത് നമ്മൾ കാണേണ്ടി വരത്തില്ലേ? അതെ, ശരിയാണ്. കാരണം ജനങ്ങളുടെ മനസ്സ് മാറാൻ അധികം സമയമൊന്നും വേണ്ട. തീർത്തും രാഷ്ട്രീയ വോട്ടുകളൊന്നും അല്ല ഈ UDFിന് ലഭിച്ചതെന്ന് പറയുന്നത്. LDF ഇപ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ കേരളത്തിൽ ചെയ്യാതിരുന്നിട്ടോ അല്ലെ വലിയ അഴിമതി നടത്തി കണ്ടുപിടിച്ച് കോടതിയുടെ ശിക്ഷ വന്നിട്ടോ ഒന്നും അല്ലല്ലോ LDF പരാജയപ്പെട്ടത്. അത് മുഖ്യമന്ത്രിയുടെ ചില നിലപാടുകൾ, അദ്ദേഹത്തിന്റെ ചില ശരീരഭാഷ, അതിനെക്കാട്ടിലും വെറുപ്പാണ് ഇപ്പോൾ ഇദ്ദേഹത്തോട് ജനങ്ങൾക്ക്. അതാ ഞാൻ പറഞ്ഞത്. BJPയിലെ അമിത്ഷായുടെ റോളാണ് ഇദ്ദേഹത്തിന് ഇവിടെ ഉള്ളത്. ഇവിടെ VD സതീശൻ എങ്ങനെ ഓരോ മണ്ഡലങ്ങളെയും കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചോ അതേപോലെ ഓരോ സംസ്ഥാനങ്ങളെയും കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കേണ്ട ആളാണ്. ഇവിടെ VD സതീശൻ അദ്ദേഹത്തിന് ഏൽപ്പിച്ച ജോലി കൃത്യമായി ചെയ്തു. 102 മണ്ഡലങ്ങൾ പിടിച്ചു കൊടുത്തു. അത്രയും പിടിക്കാമെന്ന് അദ്ദേഹം ഗ്യാരണ്ടി കൊടുത്തു. ഇല്ലെങ്കിൽ ഞാൻ രാഷ്ട്രീയ വനവാസത്തിന് പൊക്കോളാമെന്ന് പറഞ്ഞു. അത് വാങ്ങിച്ചില്ലെങ്കിൽ അദ്ദേഹം ഉത്തരം പറയേണ്ടതായിരുന്നു. ഇന്ന് രാഷ്ട്രീയ വനവാസത്തിന് പോകേണ്ടതായിരുന്നു. അപ്പോൾ അത്ര ഉത്തരവാദിത്വം സ്വയം ഏറ്റെടുത്തുകൊണ്ടാണ് അവരുടെ വന്നത്. ഇദ്ദേഹം പറയട്ടെ, മോദിയെ ഞാൻ അറബിക്കടലിൽ എറിഞ്ഞിട്ട് ഇന്ത്യയുടെ ഭരണം രാഹുൽ ഗാന്ധിക്ക് വാങ്ങിച്ചു കൊടുക്കും, ഇല്ലെങ്കിൽ ഞാൻ രാഷ്ട്രീയ വനവാസത്തിന് പോകുമെന്ന് പറയാൻ തൻ്റെ ഇടമുണ്ടോ? ഇല്ലല്ലോ. അതൊന്നും ഇല്ല എന്ന് മാത്രമേ 2 വർഷം കഴിഞ്ഞാലും ഈ കോൺഗ്രസിനെ കൂട്ടിയാൽ കൂടില്ല, ഇന്ത്യയിൽ ഞങ്ങൾ വേര് പിടിക്കാൻ പോകുന്നില്ല, ക്ലച്ച് പിടിക്കാൻ പോകുന്നില്ല എന്ന് ഉത്തമമായി അറിയാവുന്ന ഒരാളാണ് വേണുഗോപാൽ എന്നാണ് പറയേണ്ടി വരുന്നത്. അടുത്ത കാലത്തെങ്ങും കോൺഗ്രസിന് ഇന്ത്യ പിടിക്കാൻ കഴിയില്ല എന്ന് ജനറൽ സെക്രട്ടറി പറഞ്ഞിരിക്കുന്നു, KC വേണുഗോപാൽ പറഞ്ഞിരിക്കുന്നു. അല്ലെങ്കിൽ ഈ 20 MP മാത്രമുള്ള
ഒരു സ്റ്റേറ്റിലേക്ക് കടം കയറി മുടിഞ്ഞു കിടക്കുന്ന ഒരു സ്റ്റേറ്റിലേക്ക് അവിടുത്തെ മുഖ്യമന്ത്രിയാൽ ഇയാൾ എന്തിനാണ് വരുന്നത്? രാഷ്ട്രീയ ചെറ്റത്തരമാണ് ഇയാൾ കാണിക്കുന്നത്. കാരണം ഇയാൾ ഇവിടുത്തെ റെഫറിയാണ്. ഇവർ രണ്ടുപേരും ഇവിടെ വഴക്കുണ്ടാക്കുമ്പോഴോ നിങ്ങൾ ഇവിടെ നിൽക്കൂ, ഇവിടെ പ്രശ്നം ഉണ്ടാക്കരുത്, വരൂ നമുക്ക് സംസാരിക്കാമെന്ന് പറയാം. രണ്ടുപേരുടെയും തോളത്തെ കൈയിട്ടിട്ട് അതിനൊരു സമാധാനം കണ്ടെത്തേണ്ട ആളാണ് ഇത് കൊണ്ടുപോയിരിക്കുന്നത്, തട്ടിപ്പറിച്ച് കൊണ്ടുപോയി. അതെ അതെ. കെ.സി. വേണുഗോപാലിൻ്റെ ഈ തെരഞ്ഞെടുപ്പിലെ ചുമതല എന്തായിരുന്നു? കേരളത്തിൽ മത്സരിക്കുന്ന കോൺഗ്രസിൻ്റെ 63 പേര്, അല്ല UDF മുഴുവൻ സ്ഥാനാർത്ഥികൾ 140 സ്ഥാനാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള കേന്ദ്ര സഹായങ്ങൾ എത്തിക്കുക എന്നുള്ളത് തന്നെയായിരുന്നു. കോൺഗ്രസ് മത്സരിച്ച എല്ലാ മണ്ഡലങ്ങളിലും അദ്ദേഹം വളരെ കൃത്യമായി ചെയ്തു എന്നുകൂടി നമ്മൾ പറഞ്ഞു പോകേണ്ടതുണ്ട്. സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ, മറ്റുള്ള പ്രചരണ ഉപാധികൾ, തന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്നതിലൊക്കെ അദ്ദേഹം വളരെ നന്നായി പ്രവർത്തിച്ചു എന്നുള്ളതാണ്. പക്ഷേ ആ സമയത്ത് ഒരിക്കൽ പോലും ഞാൻ ഇതിൻ്റെ ഒരു ഭാഗമാണ്, അല്ലെങ്കിൽ ഞാൻ ഈ മുഖ്യമന്ത്രിയാകാനോ അല്ലെ ഏതെങ്കിലും ഭരണത്തിൻ്റെ തലപ്പത്തിലേക്ക് വരാൻ ഞാൻ താല്പര്യമുണ്ട് പറയണമായിരുന്നു. ഇല്ല, ഇപ്പോൾ മുമ്പ് പറഞ്ഞല്ലോ, ശ്രീ കെ. സുധാകരനും ശ്രീ അടൂർ പ്രകാശും പാർലമെൻറ്റ് അംഗം എന്നുള്ള നിലയിൽ നിന്ന് രാജിവെച്ചിട്ട് ഞങ്ങൾക്ക് മത്സരിക്കാൻ താല്പര്യമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ആലപ്പുഴയിൽ നിന്ന് ഞാൻ മത്സരിക്കുകയാണ്. അദ്ദേഹത്തെ ആലപ്പുഴയിലെ നിന്ന് മത്സരിക്കണമായിരുന്നു. അതെല്ലാം ഒഴിവാക്കിയിട്ട് അവസാനം വന്നപ്പോൾ എനിക്ക് മുഖ്യമന്ത്രിയാണോന്ന് പറയുന്നതിനകത്തൊരു മര്യാദകളുണ്ട്. സത്യത്തിൽ കെ.സി. വേണുഗോപാൽ എന്തുകൊണ്ടാണ് ഇപ്പോഴിങ്ങനെ ഒരു നിലപാടെടുത്തതെന്നറിയാം. കാരണം 2007 ഫെബ്രുവരി മാർച്ച് മാസത്തിൽ ഉത്തരേന്ത്യയിലെ 6 സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. സച്ചിൻ പൈലറ്റിനെ പോലുള്ള ഒരാളിനെ അവിടെ കേന്ദ്ര നേതൃത്വവുമായി പല കാര്യത്തിനും അഭിപ്രായ ഭിന്നത, രാജസ്ഥാനിലെ മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടിയൊക്കെ കയറി കടുപടി കൂട്ടി അദ്ദേഹത്തെയൊക്കെ അക്കോമഡേറ്റ് ചെയ്ത് പോകേണ്ടതായിട്ട് AICC നേതൃത്വത്തിനുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗം കൂടിക്കൊണ്ടാകാം ഇദ്ദേഹത്തെ കേരളത്തിലേക്ക് റീഷിഫ്റ്റ് ചെയ്യുകയും സച്ചിൻ പൈലറ്റിനെ പോലും ഇപ്പോൾ ഇത്രയും 7 സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അവിടുത്തെ പല പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കന്മാർക്ക് സംഘടനയുടെ ചുമതലകളും കാര്യങ്ങളും കൊടുക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു രാഷ്ട്രീയ തന്ത്രത്തിൻ്റെ ഭാഗമാണോ എന്ന് കൂടി ഞാൻ സംശയിക്കുന്നു. ആയിക്കോട്ടെ, പക്ഷേ അത് കൃത്യമായി പറഞ്ഞു പോകണമായിരുന്നു. അദ്ദേഹം മത്സരിക്കാമായിരുന്നു. അദ്ദേഹത്തെ വിലക്കും? AICC വിലക്കുമോ? പക്ഷേ അപ്പോൾ അടൂർ പ്രകാശും കെ. സുധാകരനും കൂടെ മത്സരരംഗത്തേക്ക് വരുമായിരുന്നു. അവർ വന്നാൽ വീണ്ടും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് 2 പേരൂടെ ആ സ്ഥാനത്തേക്ക് വീണ്ടും അവകാശവാദമായിട്ട് വരുമായിരുന്നു. അപ്പോൾ അത് ഒതുക്കാൻ വേണ്ടി ചെയ്തു എന്നുള്ളത് മാത്രമേ അതിനകത്ത് കാണാൻ പറ്റൂ. എന്തായാലും ശരിയല്ലേ, UDF വോട്ട് ചെയ്ത ആളുകളോട് കാണിച്ച വളരെ മോശമായ ഒരു പരിപാടിയായി പോയി. അപ്പോൾ ജയിച്ചു കഴിഞ്ഞ ഉടൻ തന്നെ ഈ ഒരു പിടിവാശി എന്ന് പറയുന്നത് ശരിയല്ലെന്നാണ് എൻ്റെ അധികാര ദുർവിനിയോഗമല്ലേ. ഹൈക്കമാൻഡിന്റെ വാള് വീശിക്കൊണ്ടാണല്ലോ ഇദ്ദേഹം ഇത്രയും ആൾക്കാരെ ഇവിടെ അദ്ദേഹത്തിന് അനുകൂലമായി വോട്ട് ചെയ്യിക്കാൻ പറ്റിയത്. പലർക്കും എതിരഭിപ്രായം ഉണ്ടാകും, പക്ഷേ അവർക്ക് അവരുടെ പൊസിഷൻ കാക്കേണ്ടതുണ്ട്. അവര് വാങ്ങിച്ചെടുത്ത ഫണ്ടുകളുടെ കണക്ക് അവരോട് പറയേണ്ടതുണ്ട്. അപ്പൊ അതുകൊണ്ട് ആ നന്ദി കാണിക്കാൻ വേണ്ടിയിട്ട് അധികാരത്തിന്റെ വാള് ഉപയോഗിച്ച് ചെയ്ത് ഏറ്റവും നീചമായ ഒരു പ്രവൃത്തിയാണ്. ഈ ജനാധിപത്യത്തിനെ കാശ് കൊടുത്ത് വാങ്ങിക്കുന്ന പണിയാണ് ഇപ്പം വേണുഗോപാൽ കാണിച്ചിരിക്കുന്നത്. ഇത് എല്ലാ രാഷ്ട്രീയത്തിനും അതിൻ്റെതായിട്ടൊരു മാന്യത ഉണ്ടാവണം. ഈ മാന്യത ഒട്ടുമില്ലാതെ ഈ വേണുഗോപാൽ ആദ്യം ഉദ്ദേശിച്ചിരുന്നത് ഈ VD സതീശന്റെ ഗ്രൂപ്പുകാർ ഇളകുന്നത് പോലെ രമേശ് ചെന്നിത്തലയുടെ ഗ്രൂപ്പുകാരും ഇളകുമെന്നും ഇവർ തമ്മിൽ വലിയ മത്സരം ഉണ്ടാകുമെന്നും. അപ്പോൾ രാഹുൽ ഗാന്ധി പറയുകയാണ്, നിങ്ങൾ തമ്മിൽ വഴക്കുണ്ടാക്കി ഇവിടുത്തെ പ്രശ്നങ്ങളെ 2 പേരും മാറുക എന്നുള്ളിൽ ഞാൻ ആളെ ഇടാൻ പോവാണ് എന്ന് പറഞ്ഞിട്ട് വേണുഗോപാലിനെ ഇടാനായിരുന്നു പരിപാടി. പക്ഷേ രമേശ് എന്നും കാണിക്കുന്നത് പോലെ അന്തസ്സോടെ അദ്ദേഹം പെരുമാറി. കാരണം ഉമ്മൻചാണ്ടി ഇരുന്നപ്പോൾ വേണേ 2.5 വർഷം ചോദിച്ചു വാങ്ങിക്കാമായിരുന്നു, വാങ്ങിച്ചില്ല. നല്ല KPCC പ്രസിഡന്റായി കൂടെ നിന്നു. ഒരിക്കലും ഒരു അലോസരവും ഉണ്ടാക്കിയിട്ടില്ല, ഒരു പോസ്റ്ററും ഒട്ടിച്ചിട്ടില്ല, ഒരു വാൾ പോസ്റ്റും ഉണ്ടാക്കിയിട്ടില്ല ഉമ്മൻചാണ്ടി ഇരുന്ന സമയത്തും. അപ്പൊ അദ്ദേഹം ഇപ്പോഴും ആ മാന്യത കാണിക്കുന്നവർ. രമേശ് ചെന്നിത്തല നോക്കിയാൽ ഇത്രയും മണ്ഡലങ്ങളിൽ ഒരു ബോർഡെങ്കിലും പതിക്കാൻ പറ്റില്ല എന്ന് തോന്നുന്നുണ്ടോ? അത് ചെയ്തില്ല. അപ്പോൾ അവിടെ എല്ലാം വിലക്കി പുള്ളി അത് മാന്യത കാണിച്ചു. ഇപ്പോഴും നിശബ്ദനായി നിൽക്കുന്ന ആളാണ് രമേശ് ചെന്നിത്തല. അദ്ദേഹത്തിന് അർഹതയുണ്ട്, ഇവർക്ക് 2 പേർക്കും അർഹതയുണ്ട്. ഇവർ തമ്മിൽ മത്സരിക്കട്ടെ, ഇവർ തമ്മിൽ സംസാരിക്കട്ടെ. അതിനും മീഡിയേറ്റർ ആവേണ്ട ആളാണ് ഇപ്പം വന്ന് തട്ടിയെടുത്തോണ്ട് പോയിരിക്കുന്നത്. ഇത് ഒരു CPM കാരൻ എന്നോട് പറയാൻ ഞങ്ങൾ ഇത്രയും സീറ്റുകാരെ പരാജയപ്പെട്ട് ഞങ്ങൾ വിഷമിച്ചിരിക്കുമ്പോൾ ആ വിഷമം അങ്ങനെ വിഷമിക്കാൻ പോലും ഞങ്ങൾക്ക് അവസരം തരാതെ ഇവർ ഞങ്ങളെ ചിരിപ്പിക്കുകയാണല്ലോ. ഞങ്ങളുടെ സങ്കടം ഞങ്ങൾക്കൊന്ന് സങ്കടപ്പെടാനുള്ള അവസരം പോലും തരുന്നില്ലല്ലോ. ഞങ്ങൾക്ക് 35 സീറ്റിലേക്ക് വന്ന് ഞങ്ങൾക്കൊന്ന് സങ്കടപ്പെടാനുള്ള അവസരം പോലും ഞങ്ങൾക്ക് ലഭിക്കുന്നില്ലല്ലോ. ഇവർ ഞങ്ങളെ ഞങ്ങൾ ഇത് കാണുമ്പോൾ ഞങ്ങൾ ചിരിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ശരിയാണ് അവർ പറയുന്നത്. ഇതാണെങ്കിലും വളരെ സത്യസന്ധമായ കാര്യമാണ്. അത് അമ്മാതിരി പരിപാടിയില്ലേ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് എത്ര ദിവസമായി? തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് റിസൾട്ടിന് ഇടയിൽ എത്ര ദിവസം ഉണ്ടായിരുന്നു സമയം? ഏതാണ്ട് 1 മാസം അടുത്ത സമയം കിട്ടിയില്ലേ?
ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് UDF അധികാരത്തിൽ വരുവാണെങ്കിൽ നമ്മുടെ ധാരണ ഇന്ന രീതിയിലാണ്, അല്ലെങ്കിൽ KC വേണുഗോപാലാണ് മുഖ്യമന്ത്രി, VD സതീശനാണ് മുഖ്യമന്ത്രി, രമേശ് ചെന്നിത്തലയാണ് മുഖ്യമന്ത്രി, ഇവരെ 3 പേരെയും കേരളത്തിലെ പ്രധാനപ്പെട്ട KPCCയുടെ പ്രസിഡന്റിനെയും അല്ലെ മറ്റു ചില മുതിർന്ന നേതാക്കന്മാരെ 10 പേരെ ഡൽഹിയിൽ വിളിച്ചു കൂട്ടിയിരുന്ന് മുൻകൂട്ടി ഒരു ധാരണ ഉണ്ടാക്കിയിട്ട് അതങ്ങ് പ്രഖ്യാപിച്ചാൽ പോരായിരുന്നു. 1 മാസം കഴിഞ്ഞ് ഫലപ്രഖ്യാപനം കഴിഞ്ഞ് പോസ്റ്റ് ഒട്ടിക്കാൻ തെരുവുദ്ധം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതെന്തുകൊണ്ട് ഇവർ ചെയ്യാൻ എൻ്റെ ചോദ്യം. ഇവർ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഒരു വിഷയം ഉണ്ടെന്നും 3 പേരും ഭൈമിക കാമുകന്മാരാണെന്നും അതുകൊണ്ട് ഇവരെ 3 പേരെയും വിളിച്ചിരുത്തിയിട്ട് നമുക്ക് ഇങ്ങനെ ഒരു ഫോർമുലയിലേക്ക് എത്താം. നിങ്ങൾ മുഖ്യമന്ത്രി, നിങ്ങൾ ധനകാര്യമന്ത്രി, അല്ലെ നിങ്ങൾ ഉപമുഖ്യമന്ത്രി, അല്ലെ നിങ്ങൾക്ക് ആഭ്യന്തര വകുപ്പ്, നിങ്ങൾ സ്പീക്കർ എന്ന് പറഞ്ഞിട്ട് പ്രധാനപ്പെട്ട പോസ്റ്റിലെങ്കിലും മുൻകൂട്ടി ഒരു ധാരണ ഉണ്ടാക്കി വെച്ചിരുന്നെങ്കിൽ ഇപ്പോൾ ഈ കോലാഹലത്തിന്റെ ആവശ്യമുണ്ടോ? ഇദ്ദേഹം നടത്തിയിരിക്കുന്നത് രാഷ്ട്രീയ കുതിരക്കച്ചവടമാണ്. ഇദ്ദേഹം വില കൊടുത്ത് കുറെ ആൾക്കാരെ വാങ്ങിച്ചു. അദ്ദേഹമാണ് സാമ്പത്തികം കൊടുത്തത്. കോൺഗ്രസ് നിർത്തിയ 93 സ്ഥാനാർത്ഥികൾക്ക് വേണ്ട പണം ഞാൻ മനസ്സിലാക്കിയത് ഏതാണ്ട് 1,30,00,000 രൂപ വീതം ഒരു മണ്ഡലങ്ങളെ കൊടുത്തു എന്നാണ്. A ക്ലാസ് മണ്ഡലങ്ങളിലും B ക്ലാസ് മണ്ഡലങ്ങളിലും അതിന് തൊട്ടടുത്ത പൈസ അദ്ദേഹം എത്തിച്ചിട്ടുണ്ട്. മറ്റ് ഭരണമുള്ള സംസ്ഥാനങ്ങളിൽ നിന്നും സമാഹരിച്ച പണമായിരിക്കാം, അല്ല ഇവിടെ പിരിവൊന്നും നടത്തിയിട്ട് കണ്ടില്ല. അപ്പോൾ ആ ഒരു ഇത് വെച്ചിട്ട് അദ്ദേഹം ഇവരെ തനിക്ക് അനുകൂലമായി തിരിച്ചു വെച്ചിരിക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പം നമ്മൾ കണ്ടു. ഇപ്പോൾ എത്രയോ സംസ്ഥാനങ്ങൾ, ഹിമാചൽ പ്രദേശ് മാത്രമല്ല ഉള്ളൂ, ബാക്കി എത്രയോ സംസ്ഥാനങ്ങളിൽ ഈ പറഞ്ഞ ജനാധിപത്യത്തിൻ്റെ സൗന്ദര്യം ഇങ്ങനെ പൂത്തുലഞ്ഞ് അവസാനം പൂത്തത് താമരയാണ്. ഈ സംസ്ഥാനം മുഴുവൻ കോൺഗ്രസിൻ്റെ പിടിച്ചാൽ ഇവിടെ എല്ലാം തർക്കമുണ്ടായപ്പോഴാണല്ലോ BJP ഇടപെടുന്നതും. ഇതിൽ മനം മടുത്ത് സഹികെട്ടാണ് ജനം BJPയിലേക്ക് പോയതെന്ന് മനസ്സിലാക്കണം. കേരളത്തിലെങ്കിലും ഇവർ ഇത് മനസ്സിലാക്കാതെ മുമ്പോട്ട് പോകുന്നത് വോട്ടർമാരോടും കേരളത്തിലെ സാക്ഷരരായ ജനങ്ങളോടും കാണിക്കുന്ന ഏറ്റവും വലിയ തെറ്റായ ഒരു കാര്യമാണ്. ഈ ഹൈക്കമാൻഡറിന്റെ മറവിൽ നടത്തുന്ന കൊള്ളയാണ്, തട്ടിപ്പാണ്. അനിയത്തെ കാണിച്ച് ചേട്ടത്തെ കെട്ടിക്കുന്ന പരിപാടിയാണ്. ഇദ്ദേഹത്തെ മുൻനിർത്തി എല്ലാം ആയി കഴിഞ്ഞപ്പോ അന്നേരം അദ്ദേഹം ഇറങ്ങിയിരിക്കുകയാണ്, എനിക്ക് വേണം ഈ സീറ്റെന്ന്. എന്നെ മൈനസ് ചെയ്തോളാൻ പറഞ്ഞ ആളെന്തിനാ ഇപ്പം വന്നിരിക്കുന്നത്? ഇത് രാഷ്ട്രീയ ചരിത്രമാണ്. ഇതുപോലെ മാന്യതയില്ലാത്തൊരു പെരുമാറ്റം വേണുഗോപാലിൽ നിന്ന് ഉണ്ടാകാൻ പാടില്ല. അദ്ദേഹം രമേശ് ചെന്നിത്തലയെയും VD സതീശനെയും വിളിച്ച് കാര്യങ്ങളൊത്ത് തീർത്തു വിടേണ്ട ആള് വന്ന് ഈ ട്രോഫി തട്ടിയെടുത്തുകൊണ്ട് പോയത് മഹാ തെണ്ടിത്തരമാണ് എന്ന് മാത്രമാണ് ഈ ചർച്ചയിലൂടെ ഞങ്ങൾക്ക് പറയാനുള്ളത്. മറ്റൊരു വാർത്തയുമായി നിങ്ങൾ വീണ്ടും കടന്നു വരും. അതുവരെ നന്ദി, നമസ്കാരം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടണും അമർത്തുക.